ഗുഡ് മോർണിംഗ് ഓൾ. പീറ്റേഴ്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് SSLC ഹിന്ദി എക്സാമിൻ്റെ വാക്യ പിരമിഡ് പൂർത്തീകരോ എന്ന ഒരു ക്വസ്റ്റ്യൻ വരലുണ്ട് 2 മാർക്കിന്. ആ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അതായത് 2024 മുതൽ 2024 ടു ഒരു 2018 വരെയാണ് ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വർഷക്കാലം ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്നതാണ് നമ്മൾ നോക്കി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എന്താണേലും ഇത് പഠിച്ചു കഴിഞ്ഞാൽ 2 മാർക്ക് ഷുവറാണ്. ആദ്യം നമുക്ക് 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അതിനകത്ത് ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. ഇതിനകത്ത് ഉത്തരമായിട്ട് വരിക ആദ്യം ലോക് ഗാത്തെ ഹേ, ആളുകൾ പാടി. ലോക് ഗീത് ഗാത്തെ ഹേ, ആളുകൾ ഗീതം പാടി. അടുത്തത് ലോക് ചൗദി ഗീത് ഗാത്തെ ഹേ, ചൈത്രമാസത്തിൽ പാടുന്ന പാട്ട് പാടി ആളുകൾ എന്നാണ് വരിക. അടുത്തത് ബസന്ത് മീം ലോക് ഗീത് ചൗദി ഗീത് ഗാത്തെ ഹേ എന്ന് പറയുമ്പോഴേക്കും ലാസ്റ്റത്തെ ലൈനുമായി. ലാസ്റ്റത്തെ ലൈനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ഇങ്ങനെയായിരുന്നു മാർച്ച് 24-ന് 2 മാർക്കിന് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അടുത്തതും 2 മാർക്ക് ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് 2024 മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇതിന് ഉത്തരം വരുന്നത് വ്യക്തി ചാഹത്തെ ഹേ, വ്യക്തിക്ക് ആവശ്യമുണ്ട്. അപരിചിത വ്യക്തി ചാഹത്തെ ഹേ, അപരിചിതനായ വ്യക്തിക്ക് ആവശ്യമുണ്ട്. അടുത്തത് അപരിചിത വ്യക്തി സഹായത ചാഹത്താ ഹേ, അതായത് അപരിചിത വ്യക്തിക്ക് സഹായം ആവശ്യമുണ്ട്. അടുത്ത ആൻസർ വരേണ്ടത് അപരിചിത വ്യക്തിക്കോ ഹമാരി സഹായത ചാഹത്തെ ഹേ, അപരിചിതനായ വ്യക്തിക്ക് നമ്മുടെ സഹായം ആവശ്യമുണ്ട്. ഇങ്ങനെയാണ് വാക്യ പിരമിഡ് കംപ്ലീറ്റ് ചെയ്യുക. ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വേർഡ്സിനെ നമ്മൾ വാക്യ പിരമിഡിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ലാസ്റ്റ് വരേണ്ടതാണ് ഈ റെഡ് ഇങ്ക് വെച്ച് എഴുതിയിരിക്കുന്നത്. അതായത് ഈ ഒരു ലൈനിൽ വരേണ്ടത് വരി എന്ന് പറയുന്നത് ഈ ഹമാരി എന്നുള്ളത് ഒഴിവാക്കാൻ വരുന്നതാണ് ഈ ഒരു ലൈനിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. പിന്നെ ഈ ഒരു ലൈനിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഹമാരി ആഡ് ചെയ്തിട്ട് എഴുതുന്നതാണ് ഇങ്ങോട്ടേക്ക് ആവശ്യമായിട്ട് വരുന്ന ഉത്തരം. അപ്പോൾ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഇടുക, പിരമിഡ് വരയ്ക്കുക, ഇതെല്ലാം എഴുതി കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇവിടെയാണെങ്കിൽ എങ്ങനെ ആൻസർ എഴുതണ്ടേ? ഈ ഒരു ലൈനിൽ എങ്ങനെ ആൻസർ വരിക? ഈ ബസന്തമേം എന്ന് ഒഴിവാക്കിയാൽ എന്തായി? ഈ ലൈനിലേക്കുള്ള ആൻസറായി. ഇനി ഈ ലൈനിലേക്കുള്ള ആൻസർ എഴുതണമെങ്കിൽ ബസന്തമേം ആഡ് ചെയ്തിട്ട് ഈ മുഴുവൻ വരി എഴുതിയാൽ ഇതിലേക്കുള്ള ആൻസറുമായി. സോ ഇങ്ങനെ നിങ്ങൾ വാക്യ പിരമിഡ് വരച്ച് ഇതിനകത്ത് കോളം ഫില്ല് ചെയ്യുന്നതായിരിക്കും മാർക്ക് സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. അടുത്തത് നമുക്ക് 2023 ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യാം. ഇതും 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ബച്ചെ ആത്തെ ഹേ, കുട്ടികൾ വന്നു. ബച്ചെ കക്ഷാമേം ആത്തെ ഹേ, ക്ലാസ്സിൽ എത്തി എന്നുള്ളതാണ്. അടുത്തത് കുട്ടികൾ ക്ലാസ്സിൽ എത്തി. അടുത്തത് ഇവിടെ എന്താണ് എഴുതേണ്ടത്? എന്താ ചെയ്യേണ്ടത് നമ്മളപ്പോൾ? ബച്ചെ ഗണിത് കി ക്ലാസ് മേം ആത്തെ ഹേ. അപ്പോൾ ഈ സമയ പർ എന്നത് ഒഴിവാക്കിയാൽ നമുക്ക് ഇവിടെയുള്ളതായി. അടുത്തത് ഇവിടെ എന്താ വരിക? ബച്ചെ ഗണിത് കി കക്ഷാമേം സമയ പർ ആത്തെ ഹേ. അപ്പോൾ ഈ ഒരു ലൈനിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്തു? കക്ഷാമേം എന്ന് ആഡ് ചെയ്തപ്പോൾ ഇതായി. ഇനി ഈ ഒരു വരിയിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്തു? ഗണിത് കി എന്നാക്കി ഇവിടെ. അപ്പോൾ ഈ ഒരു ലൈനായി. ഇനി ഈ ഒരു ലൈനിലേക്ക് നമ്മൾ സമയ പർ ആഡ് ചെയ്തപ്പോൾ ഈ ഒരു വരിയായി. ഇങ്ങനെ വേണം നമ്മൾ ആൻസർ അറ്റൻഡ് ചെയ്യാനായിട്ട്. അടുത്തത് 2023 മോഡൽ എക്സാമിൻ്റെയാണ്. ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. ഇവിടെ ബച്ചെ ചുൻതെ ഹേ, കുട്ടികൾ എന്ത് ചെയ്തു? കളക്ട് ചെയ്തു. അടുത്തത് ഇവിടേക്ക് എന്ത് ചെയ്തു? ഫൂൽ എന്ന വാക്ക് ആഡ് ചെയ്തപ്പോൾ ബച്ചെ ഫൂൽ ചുൻതെ ഹേ, കുട്ടികൾ പൂ കളക്ട് ചെയ്തു. അടുത്ത വരി എന്ത് വരും? ബച്ചെ സുന്ദർ എന്ന വാക്ക് ആഡ് ചെയ്യും. ആദ്യം സുന്ദർ ഫൂൽ ചുൻതെ, കുട്ടികൾ മനോഹരമായി പൂക്കൾ കണക്ട് ചെയ്തു എന്നായി. അപ്പോൾ ഈ ലൈനായി. അടുത്ത ലൈൻ എന്ത് വരും? അടുത്ത വരി എന്ത് വരും? ബച്ചെ പഹാഡോം സേ സുന്ദർ ഫുൾ ചുൻതെ ഹേ എന്ന് വരാൻ കാരണം എന്താ? ഇതിൻ്റെ അർത്ഥം എന്താ വരിക? കുട്ടികൾ മലയിൽ നിന്ന് സുന്ദരമായ പൂക്കൾ കളക്ട് ചെയ്തു എന്നാണ് വരിക. സോ ഇങ്ങനെ വേണം നമ്മൾ ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട്. സോ നമുക്ക് അടുത്തതിലേക്ക് പോകാം. 2022 വാക്യ പിരമിഡ് പൂർത്തീകരോ എന്നതിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇത്. ആദ്യം കൊടുത്തിരിക്കുന്നത് ജോക്കു പി രഹാഹെ എന്നാണ്. ജോക്കു കുടിച്ചു. അപ്പോൾ നമുക്ക് ഇത്രയും വേർഡ്സ് ആഡ് ചെയ്യാനുണ്ട്. സോ കുടിച്ചു എന്നായതുകൊണ്ട് വെള്ളം കുടിച്ചു എന്ന് തന്നെ ആദ്യം ആയിക്കോട്ടെ. ജോക്കു പാനി
പി രഹേ എന്ന് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. ജോക്കു പാനി പി രഹേ എന്ന് ഇവിടെ എഴുതി. അടുത്തത് മൗല, അതാ ഭയങ്കര ബാഡ് സ്മെല്ലുള്ള എന്നാണ് മീനിങ് വരിക. അപ്പം എന്ത് ചെയ്യാം? ജോക്കു മൗലാഗന്ധ് പാനി പി രഹാ എന്നായാൽ നമുക്ക് എവിടെ എഴുതാൻ പറ്റും? ഇവിടെ എഴുതാൻ പറ്റും. ഇനി അടുത്തത് ജോക്കു മൗലാഗന്ധ് പാനി ലോട്ടേസെ, ആ മൊന്തയിൽ നിന്ന് പി രഹാഹെ എന്ന് എഴുതിയാൽ എന്തായി? ഇവിടേക്കുള്ള വരിയുമായി. സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? വാക്യ പിരമിഡിലേക്ക് വേർഡ്സ് ആഡ് ചെയ്ത് ഇത് ഫില്ല് ചെയ്ത് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. അടുത്ത 2022 മോഡൽ എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഗീത് ഗാത്തെ ഹെ. എന്ത് ചെയ്തു? പാട്ട് പാടി എന്നാണ്. അടുത്ത വരി എന്ത് ചെയ്യാം? അല്ല, ലോക് ഗാത്തെ ഹെ, ആളുകൾ പാടിയെന്നേ ഉള്ളൂ. ആളുകൾ ഗീത് പാടി എന്ന് നമുക്ക് എഴുതിയാലോ? അതെങ്ങനെ എഴുതും? ലോക് ഗീത് ഗാത്തെ ഹെ എന്നായ ഈ വരിയായി. അടുത്ത വരി എങ്ങനെ എഴുതാൻ പറ്റും? അടുത്ത വരി ത്യോഹാർ മേ ലോക് ഗീത് ഗാത്തെ ഹെ എന്നെഴുതി അടുത്ത വരി ആയില്ലേ? ആയി. ഇനി അടുത്ത വരി എങ്ങനെ എഴുതാം? ഫൂൽദേവി കെ ത്യോഹാർ മേ ലോക് ഗീത് ഗാത്തെ ഹെ. ഇവിടെ ആദ്യം എന്താ പറയുന്നത്? ആളുകൾ പാടി. അടുത്ത വരിയിൽ ആളുകൾ ഗീത് പാടി. അടുത്തതോ ഉത്സവത്തിൽ ആളുകൾ ഗീതം പാടി. പിന്നെയോ ഫൂൽദേവിയുടെ ഫെസ്റ്റിവലിൽ ആളുകൾ ഗീതം പാടി എന്ന മീനിങ്ങുകളാണ് ഇതിൽ വരിക. സോ ഇങ്ങനെ നിങ്ങൾ വരച്ചാൽ ഇങ്ങനെ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്ക് കിട്ടും. ഇതും 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. 2 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്തതും 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ഇതും 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത് 2021 മാർച്ചിലെ ക്വസ്റ്റ്യൻ ആണിത്. ആദ്മി ഗായൽ ഹൈ, ആളിനെ മുറിവേറ്റു, ഒരു മനുഷ്യനെ മുറിവേറ്റു. അടുത്ത വരിയിൽ ഒരു മനുഷ്യനെ മുറിവേറ്റു. ഏക ആദ്മി ഗായൽ ഹൈ, ഒരു മനുഷ്യനെ മുറിവേറ്റു. ഇനി അടുത്തത് എന്താ? ഏക അപരിചിത ആദ്മി ഗായൽ ഹൈ. അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. ഏക ആദ്മി ഗായൽ പടാഹെ എന്ന് എഴുതിക്കൂടെ? ഏക ആദ്മി ഗായൽ പടാഹെ എന്ന് എഴുതാം. അടുത്ത വരിയിൽ, അതായത് ഈ വരിയിൽ ഏക ആദ്മി ഗായൽ പടാഹെ എന്ന് എഴുതാം, മുറിവേറ്റു. അടുത്ത വരിയിൽ എങ്ങനെ എഴുതാം? ഏക അപരിചിത ആദ്മി, അറിയാത്തൊരു വ്യക്തിയാണ്, അപരിചിത ആദ്മി ഗായൽ പടാഹെ എന്നും എഴുതാം. അടുത്തത് 2021 മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആട്ടോ. 2 മാർക്ക് ക്വസ്റ്റ്യൻ തന്നെയാണേ. ഹംനെ ദേക്ക, ഞങ്ങൾ കണ്ടു. ഹംനെ ഏക്ക് വ്യക്തിക്കോ ദേക്ക, ഞങ്ങൾ ഒരു വ്യക്തിയെ കണ്ടു. അടുത്തതോ? അടുത്ത എന്ത് എഴുതും? ഹംനെ ഏക്ക് വ്യക്തിക്കോ ദേക്ക എന്നാണ് അവസാനം പറഞ്ഞേക്കുന്നത്. നമുക്ക് ഇനി ഇങ്ങനെ ആഡ് ചെയ്യാം. ഏക്ക് ഗായൽ വ്യക്തിക്കോ, ഹംനെ ഏക്ക് ഗായൽ വ്യക്തിക്കോ ദേക്ക എന്ന് എഴുതിക്കൂടെ? എഴുതാലോ. അപ്പം എന്താ അതിൻ്റെ അർത്ഥം വരിക? ഞങ്ങൾ ഒരു മുറിവേറ്റ വ്യക്തിയെ കണ്ടു എന്നായി ഈ വരിയിൽ. ഇനി അടുത്ത വരിയിൽ എങ്ങനെ എഴുതാം? സടക്ക് പർ, അതായത് സടക്ക് പർ ഇനി ആഡ് ചെയ്യുമ്പോൾ റോട്ടിൽ എന്ത് കണ്ടു? ഹംനേക്ക് ഗായൽ വ്യക്തിക്കോ ദേക്ക, റോട്ടിൽ ഞങ്ങൾ ഒരു മുറിവേറ്റ വ്യക്തിയെ കണ്ടു എന്നും ആഡ് ചെയ്യാൻ പറ്റും. അടുത്തത് 2020 മാർച്ചിലെ ക്വസ്റ്റ്യൻസ് ആണ്. മോഡൽ എക്സാമിൻ്റെ ഉണ്ട്, ഫൈനൽ എക്സാമിന്, രണ്ടിനും 2 മാർക്ക് വീതം കേട്ടോ. ടോലിയം ദുക്തേഹെ, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ കറങ്ങുന്നു, ചുറ്റി കറങ്ങുന്നു. ബച്ചോങ്കി ടോലിയം ദുക്തിഹെ, കുട്ടികളുടെ ഒരു കൂട്ടം ചുറ്റി കറങ്ങുന്നു എന്നായി. അടുത്തത് എങ്ങനെയാണ് വരണ്ടേ? ബച്ചോങ്കി ടോലിയോ ഖുഷീസെ ധൂംതേഹെ, സന്തോഷത്തോടെ കറങ്ങുന്നു എന്നാക്കാം. അടുത്തത് ബച്ചോങ്കി ടോലിയോ ഖുഷീസെ ഗാവ് മേ ധൂംതി ഹെ എന്ന് പറഞ്ഞാൽ അടുത്ത വരിയായി. അപ്പം ഈ 2 വരിയുമായില്ലേ? ലാസ്റ്റ് വരിയിൽ എന്താ വരുന്നത്? ബച്ചക്കി ടോലിയോ ഖുഷീസെ ഗാവ് മേ ധൂംതി ഹെ. അടുത്ത ഈ മുകളിലത്തെ വരിയിൽ എന്താ വരിക? ഇതിനകത്ത് ഗാവും ഉണ്ട്, ഖുഷിയുണ്ട്. ഒരെണ്ണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലത്തെ ലൈനായി. അടുത്ത ലൈൻ എന്ന് പറഞ്ഞാൽ 2 വരിയും കൂടിയ അടുത്ത ലൈനായി. സോ ഇനി അടുത്ത മോഡൽ എക്സാമ്പിൾ നോക്കാം. ചോട്ടു ജാത്തേ ഹെ, ചോട്ടു പോയി. അടുത്തത് എന്താ പറയുന്നത്? ചോട്ടു സ്കൂൾ ജാത്തേ ഹെ, ചോട്ടു സ്കൂളിൽ പോയി. അടുത്തോ? ചോട്ടു ഖുഷി സെ സ്കൂൾ ജാത്തേ ഹെ. അപ്പോൾ ഈ ലൈനായി. അടുത്ത ലൈൻ എങ്ങനെ എഴുതും? നായക് ചോട്ടു ഖുഷി സെ സ്കൂൾ ജാത്തേ ഹെ എന്നാകുമ്പോൾ അടുത്ത ലൈനുമായി.
സോ ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ ആൻസേഴ്സ് അറ്റംപ്റ്റ് ചെയ്യാൻ. അടുത്തത് 19 മാർച്ച് മാസത്തിലെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. നമുക്കറിയാം ഇത് 2019 ആണ്. അതായത് നമ്മളിപ്പോൾ കണ്ടതിൽ 2024 മുതൽ 2020 വരെ ഇങ്ങനെ ബ്രാക്കറ്റ് തന്നിട്ട് ആഡ് ചെയ്യേണ്ട വേർഡ് ഇങ്ങനെ തരും. ആ വേർഡ് ആഡ് ചെയ്താൽ മതി. പക്ഷേ 2019 2018 ഏതാണ്ട് ഈ ഒരു മോഡലിലാണ് വരുന്നത്. ബ്രാക്കറ്റ് തരില്ല, ജസ്റ്റ് ഇതിങ്ങനെ തരും. മുകളിലത്തെ ലൈനും തരും, താഴത്തെ ലൈനും തരും. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ 2 ലൈനും എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, 2019 2020 അങ്ങനെയാണ് കേട്ടോ ക്വസ്റ്റ്യൻ ചോദിച്ചത്. പക്ഷെ 2017 2016 അങ്ങനെ ഇനിയുള്ള അങ്ങോട്ടേക്കുള്ള ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇത്തരം വാക്യ പിരമിഡ് പൂർത്തീകരണം എന്ന പേരിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. അപ്പോൾ 2018 തൊട്ടാണ് തുടങ്ങിയത്. പിന്നെ 19 കഴിഞ്ഞ് 20 ആയപ്പോഴേക്കും ഇങ്ങനൊരു പാറ്റേൺ എത്തി. അതായത് എന്താ, ബ്രാക്കറ്റിൽ വേർഡ്സ് തരുന്ന ഒരു പാറ്റേണും എത്തി. ഓക്കെ, നിങ്ങൾക്ക് പിടികിട്ടി എന്ന് മനസ്സിലാവുന്നു. അപ്പോൾ ട്രെൻഡ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ ട്രെൻഡിൽ ഇനി ചോദിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് വേർഡ്സ് ഒന്ന് ജസ്റ്റ് നോക്കി പോകാമെന്ന് പറയാം എന്ന് മാത്രം. लोग ने तारीफ की, कई लोग ने माम से हाथ मिलकर उसके छोटे बच्चे की तारीफ की. ഇതിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്തേ? കൈ എന്നുള്ളത് ഇപ്പം ആഡ് ചെയ്താ. മാം സെ ഹാത്ത് മിൽക്കർ ഉസ്കെ ചോട്ടെ ബച്ചെ കി, ഇവിടെ വരെ എന്താ ഇപ്പം ആഡ് ചെയ്തതാ. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്താം, കൈ ലോഗ് എന്ന് പറഞ്ഞ് ഇത് മാത്രം നമുക്ക് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യാലോ. ഇനി ഹാത്ത് മിൽക്കർ തൊട്ട് ചോട്ടെ ബച്ചേസെ എന്ന ഒരു വരി ഉണ്ടല്ലോ, അതുവരെ അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെൻറ്റൻസിലേക്ക് ആഡ് ചെയ്യാം. അതെങ്ങനെയാ, ഇപ്പം ഇവിടെ എന്ത് വരും, കൈ ലോഗിനെ താരിഫ് കി എന്നിവിടെ വരും. ഇവിടെ എന്ത് വരും, കൈ ലോഗിനെ ഹാത്ത് മിൽക്കർ ഉസ്കെ ചോട്ടെ ബച്ചേക്ക് താരിഫ് കി എന്നെഴുതാം. അല്ലെങ്കിലോ നമുക്ക് എങ്ങനെ എഴുതാം, കൈ ലോഗിനെ മാംസെ ഹാത്ത് മിൽക്കർ താരിഫ് കി എഴുതാലോ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം. നമുക്ക് വാക്യ പിരമിഡ് കംപ്ലീറ്റ് ചെയ്താൽ മതി. സോ പല രീതിയിൽ നമുക്കിതിനെ എഴുതാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. ഇത് പണ്ട് ചോദിച്ചിരുന്നതാണ്, ഇപ്പോഴത്തെ ട്രെൻഡ് മാറി. അതൊന്നും കൂടി റിപ്പീറ്റിങ്, നിങ്ങൾക്ക് ഒന്നും കൂടെ ഇത് കണ്ടിട്ട് ടെൻഷൻ ആവണ്ട എന്ന് കരുതി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി 2019 ഉണ്ട് ടോലിയോം ദുംതിഹെ, കുട്ടികളുടെ ഒരു കൂട്ടം കറങ്ങുന്നു. അടുത്ത വരിയിൽ എന്ത് എഴുതാം, 2 വരി എഴുതണം. പിന്നെ കൊടുത്തേക്കുന്നതിൽ എന്തൊക്കെയാണ് പുതുതായി എക്സ്ട്രാ ആഡ് ചെയ്ത്, സുബഹ് ബച്ചേക്ക് എന്നത് ആഡ് ചെയ്തതാ അല്ലേ. പിന്നെ ഗാവ് ബർ മീം എന്നതും ആഡ് ചെയ്തതാ ആണല്ലോ, ആണ്. ഇനി ഇത്ര ആഡ് ചെയ്താ ബച്ചേക്ക് ടോലിയോം എന്നിവിടെ എഴുതി കൂടെ, ബച്ചേക്ക് ടോലിയോം ദും തീഹെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വരിയായി. ഇനി അടുത്ത വരി എന്ത് എഴുതാം, നമുക്ക് സുബഹ് ബച്ചേക്ക് ടോലിയോം ദും തീഹെ എന്നും നമുക്ക് ഇവിടെ എഴുതാം. എഴുതാലോ. അപ്പൊ നിങ്ങൾക്ക് പിടികിട്ടി എന്ന് കരുതുന്നു. ഓക്കെ ആണല്ലോ. അടുത്തത് നമുക്ക് അടുത്ത ഒരു മോഡലിലേക്ക് കിടക്കാം. ഇത് 2019 ക്വസ്റ്റ്യൻസ് ആട്ടോ, മാർച്ചിലെയും മോഡൽ എക്സാമിൻ്റെയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് എഴുതും. അപ്പോൾ ഇവിടെ ആദ്യത്തെ വരി എന്ത് എഴുതും, ബച്ചയ്ക്ക് ടോലിയും ദും തീഹെ എന്ന് വരും. അതായത് ബച്ചയ്ക്ക് മാത്രം നമ്മൾ ആഡ് ചെയ്തു. അടുത്ത വരിയിലോ സുബഹ് ബച്ചയ്ക്ക് ടോലിയോ ദും തീഹെ എന്ന് എഴുതാം. അടുത്ത വരിയിൽ ഈ ഒരു വരി ആഡ് ചെയ്ത പോലെ വരട്ടെ. അപ്പോഴേക്കും നമുക്കിത് കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കല്ലേ. ഇത് ലാസ്റ്റ് ആട്ടോ, 2018 തൊട്ടാണ് ഈ വാക്യ പിരമിഡ് എന്നൊരു സംഭവം വന്നിട്ടുള്ളൂ. സോ വാക്യ പിരമിഡിലെ 2018 മാർച്ചിലെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ജാൻവർ ചർണി നെഹി ജാത്തി. അടുത്തതിലോ ഇവിടെ ഏതൊക്കെ പുതുതായിട്ട് ആഡ് ചെയ്തു എന്ന് നോക്കുക. ഇതുവരെ ഈ സേ വരെയുള്ളത് ആഡ് ചെയ്തതാണ്. ദൂസരെ തരഫ് എന്നുള്ളതും ആഡ് ചെയ്തതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ വരിയിൽ ഈ ഒരു സംഭവത്തെ ഒഴിവാക്കി ബാക്കി എല്ലാ ലൈനും ഇത് മാത്രം ഇതിലേക്ക് ആഡ് ചെയ്തിട്ട്, അതായത് എന്താ, താർബന്ദീസെ ജാൻവർ ചർണെ നെഹി ജാത്തി എന്ന വരി ആഡ് ചെയ്യാലോ. അടുത്തല്ലോ ദൂസരി വെച്ചിട്ട് അടുത്ത വരി ആഡ് ചെയ്യാലോ. പിന്നത്തെ വരി അതുപോലെ തന്നെയുണ്ട്, ഈസി അല്ലേ. ഇനി 2018 ഫൂൽ
ഗിൽത്തേഹെ. ഇനി ഇവിടെ എന്തൊക്കെയാണ് പുതുതായി ആഡ് ചെയ്തേ? പഹഡ്മേം, പിന്നെന്താ ഖൂബ്സൂരത്ത്. ഖൂബ്സൂരത്ത് എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളതെന്നാണ് കേട്ടോ. അത് പിന്നെ പീലെ, ഇതത്രയും ആഡ് ചെയ്യപ്പെട്ടതാ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? പീലെ ഫൂൽ ഗിൽത്തേഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വരിയായി. അടുത്തത് ഖൂബ്സൂരത്ത് പീലെ ഫൂൽ ഗിൽത്തേഹെ എന്ന് പറഞ്ഞാൽ അടുത്ത വരി. അടുത്തത് പഹഡേ മെയിൻ എന്നുള്ളത് വരി കൂട്ടി വരട്ടെ. സോ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തായി? നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ആൻസേഴ്സ് കിട്ടി. ഇങ്ങനെ വേണം നമുക്ക് എന്ത് ചെയ്യാൻ? ആൻസേഴ്സിലേക്ക് എത്താനായിട്ട്. നിങ്ങൾക്കപ്പോൾ ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കമൻറ്റ് സെക്ഷനിൽ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ. നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതാകുമ്പോൾ കൂടുതൽ ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. എല്ലാവർക്കും ഇനി വരാൻ പോകുന്ന എക്സാമിലേക്ക് ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായി പഠിക്കാം, നന്നായി എഴുതുക. ഈ ഒരു സെക്ഷൻ കാണുന്നതോടുകൂടി 2 മാർക്ക് എന്താണേലും നിങ്ങളുടെ കയ്യിൽ സേഫ് ആയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് 100% കരുതാം. ബാക്കി പിരമിഡിൽ ഇതുവരെ ചോദിച്ചിരിക്കുന്ന എല്ലാ PYQs നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.